ഹലോ എവ്രി വോൺ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫ് എന്ന് പറയുന്ന +2 ലാസ്റ്റ് ചാപ്റ്ററിൻ്റെ ഫോക്കസ് ഏരിയയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ചാപ്റ്റർ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എന്താണ് ഡ്രഗ്സ് എന്ന് നമുക്ക് പറയാം. അതിന് മുമ്പായിട്ട് നമ്മൾ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിസ്ട്രി എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ അതൊരു ദിവസം പോലും നമ്മളുമായിട്ട് ബന്ധപ്പെടാതിരിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടെയാണ്. നമ്മുടെ അടിസ്ഥാനമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങളിലും കെമിസ്ട്രി എന്ന് പറയുന്നതിന് വലിയ ഇമ്പോർട്ടൻസ് നിലവിൽ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു ഭാഗമാണ് മെഡിസിൻസ് എന്ന് പറയുന്നത്. സോ അത് നമുക്ക് ഡ്രഗ്സ് എന്താണെന്ന് നോക്കാം. ഡ്രഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ലോ മോളിക്കുലർ മാസ്സുള്ള കെമിക്കൽസാണ്. ഹാവിങ് അറൗണ്ട് 100 to 500 U അല്ലെങ്കിൽ യൂണിഫൈഡ് മാസ്, അത്രയും വളരെ കുറഞ്ഞ ലോ മോളിക്കുലർ മാസ് ഉള്ള കെമിക്കൽസാണ് ഡ്രഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ദെൻ ഈ ഡ്രഗ്സിൻ്റെ പണി എന്താണ്? അവർ മാക്രോ മോളിക്കുലാർ ടാർഗറ്റ്സുമായിട്ട് ഇൻട്രാക്ഷൻ നടത്തും. അതിനുശേഷം ഒരു ബയോളജിക്കൽ റെസ്പോൺസ് അവർ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ഓക്കെ, അതാണ് ഈ ഡ്രഗ്സിൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബയോളജിക്കൽ റെസ്പോൺസ് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഈ ഡ്രഗ്സും മെഡിസിൻസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാനുള്ളത്. മെഡിസിൻസ് എന്ന് പറയുമ്പോൾ ഈ ഡ്രഗ്സുകൾ ഉണ്ടാക്കുന്ന ബയോളജിക്കൽ റെസ്പോൺസ് അത് തെറാപ്യൂട്ടിക്കും അതേപോലെ നമുക്ക് യൂസ്ഫുള്ളുമായിട്ടുള്ളതാണെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് വിളിക്കുള്ളൂ, ആ ഡ്രഗിനെ മെഡിസിൻ എന്ന് വിളിക്കുള്ളൂ. ഓക്കെ, നമുക്ക് യൂസ്ഫുൾ അല്ലാത്തയുള്ള റെസ്പോൺസ് തരുന്ന ഡ്രഗ്സ് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റില്ല, മെഡിസിൻസ് എന്ന് വിളിക്കാൻ പറ്റില്ല. ഓക്കെ, ഇനി വാട്ട് ഈസ് കീമോതെറാപ്പി? കീമോതെറാപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു തെറാപ്യൂട്ടിക് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതുണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും കെമിക്കൽസ് ഉപയോഗപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് കീമോതെറാപ്പി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഇപ്പോൾ ക്യാൻസർ പേഷ്യൻസിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു തെറാപ്പിയാണ് കീമോതെറാപ്പി എന്ന് പറയുന്നത്. വെൽ നോൺ ആണ് ഇപ്പോൾ നിലവിൽ. ഇനി നമ്മുടെ ഫോക്കസ് ഏരിയയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട 3 ആളുകൾ, അതിൽ നമ്മുടെ ഹെഡിങ് എന്ന് പറയുന്നത് തെറാപ്യൂട്ടിക് ആക്ഷൻ ഓഫ് ഡിഫറെൻറ്റ് ക്ലാസ്സസ് ഓഫ് ഡ്രഗ്സ്. വ്യത്യസ്ത ഡ്രഗുകളുടെ ക്ലാസ്സിലുള്ള തെറാപ്യൂട്ടിക് ആക്ഷൻസ്. അതിൽ നമുക്ക് പഠിക്കാനുള്ള ക്ലാസ് ഓഫ് ഡ്രഗ്സ് എന്ന് പറയുന്നത് 3 എണ്ണമാണ് നിലവിൽ ഫോക്കസ് ഏരിയക്കകത്തുള്ളത്. ഒന്ന് ആൻറ്റാസിഡ്സ് ആണ്, 2 ന്യൂറോളജിക്കലി ആക്റ്റീവ് ഡ്രഗ്സ് ആണ്, 3 ആൻറ്റി മൈക്രോബിയൽസ് ആണ്. അതിൽ ന്യൂറോളജിക്കലി ആക്റ്റീവ് ഡ്രഗ്സിനകത്ത് നമുക്ക് ട്രാൻക്യുലൈസേഴ്സും അതേപോലെ എനാൾജസിക്സുമാണ് പഠിക്കാനുള്ളത്. ഇനി ആൻറ്റി മൈക്രോബിയൽസിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് ആൻറ്റിസെപ്റ്റിക്സും ഡിസിൻഫെക്റ്റൻറ്റും മാത്രമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫോക്കസ് ഏരിയ ആയതുകൊണ്ട് വളരെ കുറഞ്ഞ സെക്ഷൻസ് മാത്രമേ പഠിക്കാനുള്ളൂ, വളരെ എളുപ്പത്തിൽ. ഒന്നാമത്തെ ക്ലാസ് ഓഫ് ഡ്രഗ്സ് എന്ന് പറയുന്നത് ആൻറ്റാസിഡ്സ് ആണ്. ആൻറ്റാസിഡ്സ് നമ്മളതിനെക്കുറിച്ച് പറയുന്ന സമയത്ത് ആദ്യം നമുക്ക് പറയാനുള്ളത് എന്തിനാണ് ആൻറ്റാസിഡ് നമ്മൾ യൂസ് ചെയ്യുക? നമ്മൾ യൂസ് ചെയ്യുന്നത് ഹൈപ്പർ ആസിഡിറ്റിക്കാണ് നമ്മൾ യൂസ് ചെയ്യുക ആൻറ്റാസിഡ്. ഇനി എന്താ ഈ ഹൈപ്പർ ആസിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ബോഡിയിൽ നമുക്കറിയാം സ്റ്റൊമക്കിനകത്ത് HCl എന്ന് പറയുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്ന ഒരു സ്ട്രോങ് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻ കൂടിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ബോഡിക്ക് ഹാംഫുള്ളാണ്. അതിനെയാണ് നമ്മൾ ഹൈപ്പർ ആസിഡിറ്റി എന്ന് വിളിക്കുക. ഓക്കെ, നിലവിൽ നോർമലി നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള അളവിൽ കൂടുതലായിട്ട് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുമ്പോൾ അത് ഹൈപ്പർ ആസിഡിറ്റി ആയിട്ട് മാറും. സോ ആൻറ്റാസിഡ്സ് നമ്മൾ യൂസ് ചെയ്യും. നമ്മൾ അൺടിൽ 1970 വരെ നമ്മൾ ചെയ്തിരുന്ന പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൾസേഴ്സൊക്കെ വന്നു കഴിഞ്ഞാൽ നേരെ എന്ത് കൊടുക്കും, ആൻറ്റാസിഡ്സ് കൊടുക്കും. അന്ന് യൂസ് ചെയ്തിരുന്നത് ഒന്ന് സോഡിയം ബൈകാർബണേറ്റ് അല്ലെങ്കിൽ സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് ഉപയോഗിച്ചിരുന്നത്, അല്ലെങ്കിൽ മെറ്റൽ ഹൈഡ്രോക്സൈഡ്സ് എന്ന് വെച്ചാൽ മിക്സ്ചർ ഓഫ് അലുമിനിയം ഹൈഡ്രോക്സൈഡും മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡൊക്കെ ഒന്ന് കൊടുത്തിരുന്നത്. ഇതിൽ ഈ സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് എന്ന് പറയുന്ന ആൾ എക്സസ് ആയിക്കഴിഞ്ഞാൽ നമ്മളത് ആൻറ്റാസിഡായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെഡിസിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇവൻ്റെ അളവ് എക്സസ് ആയിക്കഴിഞ്ഞാൽ അത് നമ്മുടെ സ്റ്റൊമക്കിനെ എന്താക്കി മാറ്റും, ആൽക്കലൈനാക്കി മാറ്റും. നമ്മുടെ സ്റ്റൊമക്ക് എന്ന് പറയുന്നത് ആസിഡിക് ആയിട്ടുള്ള കണ്ടീഷനിൽ നിൽക്കുന്ന ആളല്ലേ, HCl എന്ന് പറയുന്ന സ്ട്രോങ് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് കൊണ്ട്. സോ ഈ സോഡിയം ബൈകാർബണേറ്റ് എന്താക്കി മാറ്റും, സ്റ്റൊമക്കിനെ ആൽക്കലൈനാക്കി മാറ്റും. അങ്ങനെ ആക്കി മാറ്റിക്കഴിഞ്ഞാലോ സ്റ്റൊമക്ക് ആ ഒരു ആൽക്കലൈനിറ്റി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് വീണ്ടും
കുറേ കൂടെ ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. അപ്പോൾ അങ്ങനെ ഒരുപാട് ആസിഡ് വീണ്ടും പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് നല്ല പ്രയാസമായിരിക്കും. നമ്മൾ ഓൾറെഡി ആസിഡിറ്റി ഓവറായിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത് ആൻറ്റാസിഡ്. അപ്പോൾ പിന്നെയും ഇത് കൊടുത്തത് ഓവറായതിന് കാരണത്താൽ വീണ്ടും ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുമ്പം അത് നമുക്ക് ഹാംഫുള്ളായിട്ട് ബാധിക്കും. പിന്നെ അതിനേക്കാളും കുറച്ചുകൂടെ എന്ന് വെച്ചാൽ സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവാണ് ഈ മെറ്റൽ ഹൈഡ്രോക്സൈഡിൻ്റെ മിക്സ്ചർ എന്ന് വെച്ചാൽ അലൂമിനിയം ഹൈഡ്രോക്സൈഡിൻ്റെയും അതേപോലെ മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡിൻ്റെ മിക്സ്ചർ കുറച്ചുകൂടെ ബെറ്റർ ഓൾട്ടർനേറ്റീവാണ്. കാരണം ഇതെന്താണ്, ഇൻസൊലബിൾ ആയിട്ടുള്ള ആളുകളാണ് ഈ മെറ്റൽ ഹൈഡ്രോക്സൈഡ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ pH ന്യൂട്രലിൻ്റെ വെച്ചാൽ നമ്മുടെ pH എബവ് pH = 7 അതിനെയല്ല നമ്മൾ ന്യൂട്രൽ എന്ന് വിളിക്കുക. സോ ന്യൂട്രലിറ്റിനേക്കാളിലും കൂടുതലായിട്ട് pHനെ ഇത് എന്ത് കഴിയില്ല, ഈ നമ്മുടെ മെറ്റൽ ഹൈഡ്രോക്സൈഡ്സ് ഇൻക്രീസ് ചെയ്യിപ്പിക്കില്ല. സോ ഈ സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റിനേക്കാളിലും കുറച്ചുകൂടെ നല്ലത് ആരെയാണ്, ബെറ്റർ ആയിട്ടുള്ളത് മെറ്റൽ ഹൈഡ്രോക്സൈഡ്സിൻ്റെ മിക്സ്ചറാണ്. ഇനി നമുക്ക് പറയാനുള്ള കാര്യം, ഈ രണ്ട് പേരും സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് ആയിക്കഴിഞ്ഞാലും അതേപോലെ മെറ്റൽ ഹൈഡ്രോക്സൈഡ്സ് ആയിക്കഴിഞ്ഞാലും രണ്ടുപേരും ചെയ്യുന്ന പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഹൈപ്പർ ആസിഡിറ്റി അല്ലെങ്കിൽ അസിഡിറ്റി ഉള്ളത് കാരണത്താൽ അതെന്ത് സിംറ്റമാണോ ലക്ഷണമാണോ കാണിക്കുന്നത് ആ ലക്ഷണത്തിന് അല്ലെങ്കിൽ ആ ഒരു സിംറ്റത്തിനെ ഇല്ലാതാക്കുകയേ ചെയ്യത്തുള്ളൂ. നോട്ട് ദ കോസ് എന്ന് വെച്ചാൽ അതിൻ്റെ കാരണം എന്തുകൊണ്ടാണോ ആ ഒരു അസുഖം നമുക്ക് വന്നത് ആ അസുഖത്തിൻ്റെ കാരണത്തെ ഇല്ലാതാക്കുകയല്ലാതെ എന്താ ചെയ്യുന്നത്, ആ ഒരു സിംറ്റം എന്തൊക്കെ ലക്ഷണങ്ങളുണ്ടോ ആ ലക്ഷണങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കി തരും. അതുകൊണ്ട് കാര്യമില്ലല്ലോ. നമുക്ക് എന്ത് വേണം, അതിൻ്റെ എന്താ കാരണം ആ കാരണത്തെ ഇല്ലാതാക്കല്ലേ വേണ്ടത്. സോ നമുക്ക് ഇത് പോരാതെ വന്നു. ആരൊക്കെ, ഈ സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റും അതുപോലെ തന്നെ മെറ്റൽ ഹൈഡ്രോക്സൈഡ് മിക്സ്ചേഴ്സും നമുക്ക് പോരാതെ വന്നു. പിന്നെ ചില സിവിയർ കേസുകളിലൊക്കെ നമുക്ക് ഈ അൾസേഴ്സ് വന്നു കഴിഞ്ഞാൽ പിന്നെ ആകെയുള്ള രക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അൾസർ വന്ന ഭാഗം എടുത്ത് ഒഴിവാക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അത് പലപ്പോഴും നമ്മുടെ ലൈഫിനെ തന്നെ ബാധിക്കുന്ന ഒരു കേസാണ് അൾസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമുക്ക് എവിടെയാണോ ബാധിച്ചത് അൾസർ ആ ഭാഗം റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെയുള്ള ഒരു നമുക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഒരു ഹൈപ്പർ അസിഡിറ്റിക്കുള്ള ട്രീറ്റ്മെൻറ്റിൻ്റെ കേസിൽ ഒരു വലിയ ഒരു മുന്നേറ്റം വന്നത് എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് ഡ്രഗ്സ് കണ്ടെത്തി. ആ ഒരു ഡ്രഗ് ആദ്യം കണ്ടെത്തിയ ഡ്രഗിൻ്റെ പേര് സിമെറ്റിഡിൻ എന്ന് പറയുന്ന ഡ്രഗാണ്. അപ്പോൾ ഈ ഒരു ഡ്രഗ് കണ്ടെത്തിയതോടുകൂടെ ഹൈപ്പർ ആസിഡിറ്റി ട്രീറ്റ്മെൻറ്റിൽ വലിയ ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു സിമെറ്റിഡിൻ എന്ന് പറയുന്ന ആൾ ഹൈപ്പർ ആസിഡിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ആൻറ്റാസിഡ് ആയിട്ട് വർക്ക് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം ഹിസ്റ്റമീൻ എന്ന് പറയുന്ന ഒരു കെമിക്കലുണ്ട്, ഹിസ്റ്റമീൻ. ഈ ചങ്ങാതി അവൻ്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് നേരെ പോയിട്ട് നമ്മുടെ സ്റ്റൊമക്ക്, ഈ കാണുന്ന സ്റ്റൊമക്കാണെന്ന് സങ്കല്പിക്കുക. സോ ആ സ്റ്റൊമക്കിൽ റിസപ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. ആ റിസപ്റ്റേഴ്സിൽ പോയിട്ട് എന്ത് ചെയ്യും, ഇവൻ ബൈൻഡ് ചെയ്യും. ഈ ഹിസ്റ്റമിൻ എന്ന് പറയുന്ന ആൾ പോയിട്ട് ബൈൻഡ് ചെയ്യും. അങ്ങനെ ബൈൻഡ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ നമുക്ക് പെപ്സിൻ അതേപോലെ തന്നെ HCl ഈ രണ്ട് ആളുകളും പ്രൊഡ്യൂസ് ചെയ്യപ്പെടാനുള്ള കാരണമാണ് ഹിസ്റ്റമിൻ എന്ന് പറയുന്ന ആൾ സ്റ്റൊമക്കിൻ്റെ വോൾസിലുള്ള റിസപ്റ്റേഴ്സിൽ പോയിട്ട് ബൈൻഡ് ചെയ്യുന്നതുകൊണ്ടാണ്. സോ ഇവരെ നമ്മുടെ സിമെറ്റിഡിൻ എന്ന് പറയുന്ന ആൾ ചെയ്യുന്ന പണി എന്താണെന്ന് വെച്ചാൽ ഈ ഹിസ്റ്റമിൻ ബൈൻഡ് ചെയ്യേണ്ട സ്റ്റൊമക്കിൻ്റെ വോളിൽ റിസപ്റ്റേഴ്സിൽ പോയിട്ട് ഈ സിമെറ്റിഡിൻ എന്ത് ചെയ്യും, പോയിട്ട് ബൈൻഡ് ചെയ്യും. അങ്ങനെ ഇവൻ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹിസ്റ്റമിൻ ഇവിടെ ബൈൻഡ് ചെയ്യാൻ കഴിയത്തില്ല. ഓക്കെ, ഹിസ്റ്റമിന് ബൈൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള പെപ്സിൻ്റെയും HClൻ്റെയും പ്രൊഡക്ഷൻ നടക്കുമോ, അത് കുറയും. ഓക്കെ, അപ്പോൾ ഹിസ്റ്റമിനെ ബൈൻഡ് ചെയ്യാൻ സമ്മതിക്കാതെ സിമെറ്റിഡിൻ എന്ന് പറയുന്ന ആൾ, നമുക്ക് മറ്റൊരു പേരുണ്ട് ടെഗാമെറ്റ് എന്ന് പറയുന്ന ഒരു പേരും കൂടെ വിളിക്കും നമ്മൾ സിമെറ്റിഡിനെ. അപ്പം ഈ സിമെറ്റിഡിൻ പോയിട്ട് എന്ത് ചെയ്യും, അവിടെ ബൈൻഡ് ചെയ്യും. അപ്പോൾ അതുവഴി ഈ പെപ്സിൻ്റെയും അതേപോലെ HClൻ്റെയും പ്രൊഡക്ഷൻ അവിടെ കുറയും. അപ്പോൾ അതുവഴി നമുക്ക് എന്ത് കുറയ്ക്കാം, ഹൈപ്പർ ആസിഡിറ്റി കുറയ്ക്കാൻ പറ്റും. ഓക്കെ, പിന്നെ നമുക്ക് ലാർജസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ടിരുന്ന ഒരു മെഡിസിൻ ആയിരുന്നു സിമെറ്റിഡിൻ എന്ന് പറയുന്ന ആൾ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം പുതിയൊരു
ഡ്രഗ് കൂടെ വന്നു, ഒരു ആൻറ്റാസിഡ് കൂടെ വന്നു. അതേതാണ്? റാനിറ്റിഡിൻ എന്ന് പറയുന്ന ആളാണ്. സോ ഇയാൾ കൂടെ വന്നു. എന്തിന്? ആൻറ്റാസിഡായിട്ട് കണ്ടെത്തപ്പെട്ടു. സാൻഡാക് എന്നാണ് അയാളെ മറ്റൊരു പേര് വിളിക്കുന്നത്. സോ ഈ റാനിറ്റിഡിനും അതേപോലെ തന്നെ സിമെറ്റിഡിനും രണ്ടു പേരും ആൻറ്റാസിഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് നിലവിൽ. അപ്പോൾ ഈ സിമെറ്റിഡിനായിരുന്നു ലാർജസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള മെഡിസിൻ. നിലവിൽ റാനിറ്റിഡ് വന്നതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ ഇല്ല, കാരണം രണ്ടുപേരെയും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ആൻറ്റാസിഡായിട്ട്. അപ്പോൾ ഇത്രയും കാര്യമാണ് നമുക്ക് ഇതിൽ പറയാനുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് ഹിസ്റ്റമിൻ, അതേപോലെ സിമെറ്റിഡിൻ, അതേപോലെ റാനിറ്റിഡിൻ 3 പേരുടെയും സ്ട്രക്ചർ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. ഇനി രണ്ടാമത്തെ ക്ലാസ് ഓഫ് ഡ്രഗ്സ് എന്ന് പറയുന്നത് ന്യൂറോളജിക്കലി ആക്റ്റീവ് ഡ്രഗ്സ് ആണ് നമുക്ക് പറയാനുള്ളത്. ന്യൂറോളജിക്കലി ആക്റ്റീവ് ഡ്രഗ്സിനകത്ത് നമുക്ക് 2 പേരെയാണ് പറയാനുള്ളത്. ട്രാൻക്യുലൈസേഴ്സും അതേപോലെ തന്നെ അനാൾജസിക്സും. 2 പേരെ നമുക്ക് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഈ ട്രാൻക്യുലൈസേഴ്സ് ആയിക്കഴിഞ്ഞാലും അതല്ലെങ്കിൽ അനാൾജസിക്സ് ആയിക്കഴിഞ്ഞാലും 2 പേരും ചെയ്യുന്ന പണി ഒന്ന് തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നെർവിൽ നിന്ന് റിസപ്റ്ററിലേക്കുള്ള, എവിടെ നിന്ന്? നെർവിൽ നിന്ന് റിസപ്റ്ററിലേക്കുള്ള മെസ്സേജ് ട്രാൻസ്ഫർ മെക്കാനിസത്തിനെയാണ് എഫക്റ്റ് ചെയ്യുക. ഓക്കെ, എന്ന് വെച്ചാൽ ഇവിടെ പോയിട്ട് ആണ് ഇവരെ വർക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു മെസ്സേജ് ട്രാൻസ്ഫർ മെക്കാനിസം നെർവ് ടു റിസപ്റ്റർ അതിനെയാണ് ബാധിക്കുക. ആര്? ഈ ട്രാൻക്യുലൈസേഴ്സും അതേപോലെ തന്നെ അനാൾജസിക്സും ചെയ്യുന്ന പണി. അപ്പോൾ നമുക്കിനി ട്രാൻക്യുലൈസേഴ്സിനെ കുറിച്ച് നോക്കാം. ട്രാൻക്യുലൈസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ട്രെസ്സിന് അതേപോലെ തന്നെ സിവിയറോ അല്ലെങ്കിൽ മൈൽഡോ ആയിട്ടുള്ള, ഇപ്പോൾ ചെറുതായാലും ഇനി സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും മെൻ്റൽ ഡിസീസ് ഉണ്ടെങ്കിൽ അതിനൊക്കെ നമ്മൾ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി എന്താ യൂസ് ചെയ്യുക? ട്രാൻക്യുലൈസേഴ്സാണ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൻസൈറ്റിയിൽ നിന്ന് റിലീവ് ചെയ്യാൻ പറ്റും, അതേപോലെ സ്ട്രെസ്സിൽ നിന്ന് റിലീവ് ചെയ്യാൻ പറ്റും, പിന്നെ നമുക്കൊരു എക്സൈറ്റ്മെൻറ്റ്, അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഇതിൽ നിന്നൊക്കെ റിലീവ് കിട്ടും. പിന്നെ ബൈ ഇൻഡ്യൂസിങ് എ സെൻസ് ഓഫ് വെൽബീയിങ് നമുക്കൊരു സുഖമുള്ളൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കും, നമുക്ക് ആ ഒരു സെൻസ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് ട്രാൻക്യുലൈസേഷൻ്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ ആയിക്കൊണ്ട് NCERT പറഞ്ഞിട്ടുണ്ട് ഒരു നോർ അഡ്രിനാലിൻ്റെ കേസ്. നമുക്ക് ഒരുപാട് ട്രാൻക്യുലൈസേഴ്സ് ഉണ്ട്. ആ ട്രാൻക്യുലൈസേഴ്സ് ഓരോരുത്തരും വ്യത്യസ്ത തരത്തിലുള്ള മെക്കാനിസമാണ് നമ്മുടെ ബോഡിയിൽ, അങ്ങനെയാണ് അവർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പലർക്കും പലതരത്തിലുള്ള മെക്കാനിസമാണ് ഉള്ളത്. ദെൻ നമുക്ക് നോർ അഡ്രിനാലിനെ വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ ബോഡിയിലുള്ള നോർ അഡ്രിനാലിൻ എന്ന് പറയുന്ന അയാൾ ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ്. നമുക്കറിയാവുന്നതാണ് അഡ്രിനാലിനും നോർ അഡ്രിനാലിനും. ഓക്കെ, അപ്പോൾ നോർ അഡ്രിനാലിൻ എന്ന് പറയുന്ന എന്താണ്? ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആയിട്ടുള്ള ആളാണ്. ഇയാളാണ് നമ്മുടെ ബോഡിയിൽ മൂഡ് ചേഞ്ചിനൊക്കെ വലിയ പങ്ക് വഹിക്കുന്ന ആൾ. നമ്മുടെ മൂഡ് പെട്ടെന്ന് മാറാനൊക്കെ അല്ലെങ്കിൽ ആ ഒരു ചേഞ്ചിനൊക്കെ കാരണമാകുന്ന ആളാരാണ്? ഈ നോർ അഡ്രിനാലിൻ എന്ന് പറയുന്ന ആളാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് നമ്മുടെ ബോഡിയിലുള്ള നോർ അഡ്രിനാലിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും? സിഗ്നൽ സെൻഡിങ് ആക്ടിവിറ്റി ലോ ആവും. എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ പരസ്പരം ഓർഗൻസ് അല്ലെങ്കിൽ ഓർഗൻ സിസ്റ്റങ്ങളൊക്കെ പരസ്പരം സിഗ്നൽസ് സെൻഡ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ തമ്മിൽ ഒരു ധാരണയിലെത്തുന്നത് അല്ലേ ബോഡിയിൽ. സോ ആ ഫങ്ഷൻസൊക്കെ കറക്റ്റായിട്ട് നടക്കുന്നത് കറക്റ്റായിട്ട് സിഗ്നൽ എത്തേണ്ട സമയത്തെത്തുന്നത് കൊണ്ടാണ്. അപ്പം അങ്ങനെ ഈ ഒരു സിഗ്നൽ സെൻഡിങ് ആക്ടിവിറ്റി കുറയും. എന്ത് കുറയുമ്പോൾ? നോർ അഡ്രിനാലിൻ്റെ അളവ് നമ്മുടെ ബോഡിയിൽ കുറയുന്ന സമയത്ത്. ഓക്കെ, അങ്ങനെ ഒരാളുടെ ബോഡിയിൽ ഈ ഒരു കുറവ് വന്നു, അങ്ങനെ അയാളുടെ സിഗ്നൽ സെൻഡിങ് ആക്ടിവിറ്റിയെ ബാധിച്ചു. അങ്ങനെ അത് വന്നു കഴിഞ്ഞാൽ അയാൾക്ക് എന്തുണ്ടാവും? ഡിപ്രഷൻ ഉണ്ടാവും. അങ്ങനെ ഡിപ്രഷൻ ഉണ്ടായിട്ട് ഒരാളുണ്ടെങ്കിൽ അയാൾക്ക് നമ്മൾ എന്ത് കൊടുക്കണം? ആൻറ്റി ഡിപ്രസൻ്റ് ആയിട്ടുള്ള ഡ്രഗ്സ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ആൻറ്റി ഡിപ്രസൻ്റ് ഡ്രഗ്സ് അതിലുള്ള കണ്ടൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ പണി, ഈ ഒരു ആൻറ്റി ഡിപ്രസൻ്റ് ഡ്രഗ്സിൻ്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യും? ഈ നോർ അഡ്രിനാലിൻ എന്ന് പറയുന്ന ആളുടെ ഡീഗ്രഡേഷൻ നടത്തുന്ന എൻസൈമിനെ പോയിട്ട് തടഞ്ഞു വെക്കും. കാരണം ഈ നോർ അഡ്രിനാലിൻ്റെ അളവ് കുറഞ്ഞതുകൊണ്ടല്ലേ ഈ ഒരു ഡിപ്രഷൻ വന്നത്. സോ ഈ അളവ് കുറയാതിരിക്കുന്നത് നോക്കിയാൽ പോരെ. അപ്പോൾ ആ പണിയാണ് ആരെടുക്കുക? ആൻറ്റി ഡിപ്രസൻ്റ് ഡ്രഗ്സ് എടുക്കുക. അവർ പോയിട്ട് ഈ എൻസൈമിൻ്റെ നോർ അഡ്രിനാലിൻ എന്ന് പറയുന്ന ആളുടെ ഡീഗ്രഡേഷൻ അയാളില്ലാതായി പോകുന്നത് തടഞ്ഞു നിർത്തും. അപ്പോൾ അത് ഇല്ലാതായി പോവാൻ അതിനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമിൻ്റെ പ്രവർത്തനം എന്ത് ചെയ്യും?
അവർ ബ്ലോക്ക് ചെയ്യും, ആ ഒരു എൻസൈമിനെ അവർ ഇൻഹിബിറ്റ് ചെയ്യും. അതാണ് ആൻറ്റി ഡിപ്രസൻറ്റ് ഡ്രഗ്സിൻ്റെ പണി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത്തരത്തിൽ ആൻറ്റി ഡിപ്രസൻ്റ് ആയിട്ടുള്ള ഡ്രഗ്സിന് എക്സാമ്പിളാണ് ഇപ്രോണിയാസിഡ് എന്ന് പറയുന്ന ആൾ, അതേപോലെ തന്നെ ഫെനൽസിൻ എന്ന് പറയുന്ന ആൾ. ഓക്കെ, ഇപ്രോണിയാസിഡ് ആൻഡ് ഫെനൽസിൻ, ഇവിടെ ഒരു എ കൂടെ ഉണ്ട് കേട്ടോ, ഇപ്രോണിയാസിഡ്. സോ ഈ രണ്ട് പേരുടെയും സ്ട്രക്ചർ കാണുന്നുണ്ടല്ലോ അല്ലേ, ഇപ്രോണിയാസിഡ് ആൻഡ് ഫെനൽസിൻ. അവരെ കൂടാതെ തന്നെ നമുക്ക് ഇനിയും ട്രാൻക്ലൈസേഴ്സ് ഉണ്ട്. അതിൽ എക്സാമ്പിളുകൾ നോക്കാം. ഒന്ന് ക്ലോർ ഡൈസപ്പോക്സൈഡ്. ക്ലോർ ഡൈസപ്പോക്സൈഡ് അതേപോലെ തന്നെ മെപ്രോബാമൈറ്റ്, ഈ രണ്ടാളുകളും എന്തിന് എക്സാമ്പിളാണ്? ട്രാൻക്ലൈസർ എക്സാമ്പിളാണ്. ഇവർ കുറച്ചുകൂടെ മൈൽഡ് ആയിട്ടുള്ള ട്രാൻക്ലൈസേഴ്സാണ്. എന്ന് വെച്ചാൽ സിവിയർ ആയിട്ട് നമ്മൾ അപ്പോഴൊന്നും ഉപയോഗിക്കുന്നില്ല, ജസ്റ്റ് നമുക്ക് നോർമൽ കേസിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ആൾക്കാരാണ് ക്ലോർ ഡൈസപ്പോക്സൈഡും അതുപോലെ തന്നെ മെപ്രോബാമൈറ്റും. മൈൽഡ് ആയിട്ടുള്ള ആളുകളാണ്. പിന്നെ റിലീവിങ് ടെൻഷൻ, നമുക്ക് ടെൻഷനൊക്കെ ഉള്ള സമയത്ത് അതിൽ നിന്ന് റിലീവ് ചെയ്യാനൊക്കെ വേണ്ടി നമുക്ക് ആരെ യൂസ് ചെയ്യാം? ക്ലോർ ഡൈസപ്പോക്സൈഡിനെ യൂസ് ചെയ്യും. മൂന്നാമത്തെ ഒരാൾ ഇക്വാനിൽ എന്ന് പറയുന്ന ആളാണ്. ഇയാളുടെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രോളിങ് ഡിപ്രഷൻ ആൻഡ് ഹൈപ്പർ ടെൻഷൻ. നമുക്ക് ഹൈപ്പർ ടെൻഷൻ അതേപോലെ ഡിപ്രഷൻ ഇതിനൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു ട്രാൻക്ലൈസറാണ് ഒരു ഇക്വാനിൽ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നാലാമത്തെ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഡെറിവേറ്റീവ്സ് ഓഫ് ബാർബിറ്റൂറിക് ആസിഡ്. ബാർബിറ്റൂറിക് ആസിഡ്സിൻ്റെ ഡെറിവേറ്റീവ് ആയിട്ടുള്ള വെറോനാൽ, എമിറ്റാൽ, നെംബുറ്റാൽ, ലൂമിനാൽ, സെക്കോനാൽ, ഈ ആളുകൾ, ഈ 5 ആളുകളെ നമ്മൾ വിളിക്കുന്നൊരു പേരുണ്ട്. എന്താണ്? ബാർബിറ്റൂറേറ്റ്സ് എന്നാണ് വിളിക്കുക. ഓക്കെ, വെറോനാൽ, എമിറ്റാൽ, നെംബുറ്റാൽ, ലൂമിനാൽ, സെക്കോനാൽ. അപ്പോൾ ഈ 5 പേരും ബാർബിറ്റൂറേറ്റ്സിന് എക്സാമ്പിളാണ്. ബാർബിറ്റൂറേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഹിപ്നോട്ടിക് ആയിട്ടുള്ള ആളുകളാണ്. എന്താ ഹിപ്നോട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലീപ്പ് പ്രൊഡ്യൂസിങ് ഏജൻസ് ആണ്. നമുക്ക് ഉറക്കം ഉണ്ടാക്കി തരുന്ന ആളുകളാണ്, അല്ലെങ്കിൽ ഉറക്കം നമ്മളിലേക്ക് കൊണ്ടുവരുന്ന ആളുകളാണ് ഈ ഹിപ്നോട്ടിക് ആയിട്ടുള്ള ബാർബിറ്റൂറേറ്റ്സ്. അതിന് എക്സാമ്പിളാണ് ഈ പറയുന്ന 5 പേര്. 5 പേരും ബാർബിറ്റൂറിക് ആസിഡിൻ്റെ ഡെറിവേറ്റീവ്സാണ്, അല്ലെങ്കിൽ അതിൽ നിന്നുണ്ടാക്കിയെടുത്താണ് നമ്മൾ. ഓക്കെ, പിന്നെ മറ്റു 2 എക്സാമ്പിളൂടെ നമുക്ക് തന്നിട്ടുണ്ട് ട്രാൻക്ലൈസേഴ്സിന്, വാലിയം ആൻഡ് സെറോട്ടോണിൻ. അപ്പോൾ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ ഒന്ന് ഇപ്രോണിയാസിഡ് ആയിരുന്നു, മറ്റൊന്ന് ഫെനൽസിൻ ആൻറ്റി ഡിപ്രസൻ ഡ്രഗ്സ് ആയിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞത് ക്ലോർ ഡൈസപ്പോക്സൈഡും മെപ്രോബാമൈറ്റും, 2 പേരും മൈൽഡ് ആയിട്ടുള്ള ട്രാൻക്ലൈസേഴ്സാണ്, ടെൻഷൻ റിലീവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആളുകളാണ്. പിന്നെ പറഞ്ഞത് ഇക്വാനിൽ, അത് ഡിപ്രഷനും ഹൈപ്പർ ടെൻഷനും കൺട്രോൾ ചെയ്യുന്ന ആളാണ്. പിന്നെയുള്ളത് ബാർബിറ്റൂറിക് ആസിഡിൻ്റെ ഡെറിവേറ്റീവ്സ്, ബാർബിറ്റൂറേറ്റ്സ് എന്ന് വിളിച്ചു. അതിൽ 5 പേര് വെറോനാൽ, അമിറ്റാൽ, നെംബുറ്റാൽ, ലൂമിനാൽ, സെക്കനാൽ. പിന്നെ നമ്മൾ 2 എക്സ്ട്രാ പറഞ്ഞു, ഒന്ന് വാലിയോ, മറ്റൊന്ന് സെറോട്ടോണിൻ. ഓക്കെ, അപ്പോൾ ഇത്രയും ആളുകളാണ് നമുക്ക് ഏതിൽ പഠിക്കാനുള്ളത്? നമ്മുടെ ട്രാൻക്ലൈസേഴ്സിൽ പഠിക്കാനുള്ളത്. ഇനി രണ്ടാമത്തെ ന്യൂറോളജിക്കലി ആക്റ്റീവായിട്ടുള്ള ഡ്രഗ്സിൻ്റെ വിഭാഗത്തിൽ പറയാനുള്ളത് അനാൾജസിക്സ് ആണ്. അനാൾജസിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ നമ്മുടെ ബോഡിയിൽ യാതൊരു തരത്തിലുള്ള നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കുന്ന ഒരു പ്രശ്നവും ഉണ്ടാക്കാതെ പെയിൻ ഇല്ലാതാക്കുക, അല്ലെങ്കിൽ അതിനെ കുറയ്ക്കുക, വേദനയെ കുറയ്ക്കുക അല്ലെങ്കിൽ ഇല്ലാതാക്കുക എന്നതാണ് ഇവരുടെ ഉപയോഗം അല്ലെങ്കിൽ എഫക്റ്റ് എന്ന് പറയുന്നത്. എങ്ങനെയാണ്? സോ ഇത് 2 തരത്തിലുണ്ട്. ഒന്ന് നോൺ നാർക്കോട്ടിക് ആണ്, അല്ലെങ്കിൽ നോൺ അഡിക്റ്റീവ് ആയിട്ടുള്ള അനാൾജസിക്സ് ഉണ്ട്. അതേപോലെ മറ്റൊന്ന് നാർക്കോട്ടിക് ആയിട്ടുള്ള ഡ്രഗ്സ് ആണുള്ളത്. അതിൽ നോൺ നാർക്കോട്ടിക് ആയിട്ടുള്ള ഡ്രഗ്സ് വെച്ച് നമുക്ക് സംസാരിക്കാം. സോ ആദ്യം നോൺ നാർക്കോട്ടിക്കിൽ നമ്മൾ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ആസ്പിരിൻ ആൻഡ് പാരാസെറ്റമോൾ. ഇത് രണ്ടുമാണ് നോൺ നാർക്കോട്ടിക് ആയിട്ടുള്ള അനാൾജസിക്സിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ആ കൂട്ടത്തിൽ തന്നെ ആസ്പിരിൻ അത് മോസ്റ്റ് ഫെമിലർ ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ്. ഈ ഒരു ആസ്പിരിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ പ്രോസ്റ്റാഗ്ലാൻഡിൻസ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ഓഫ് കെമിക്കൽസിൻ്റെ സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്യും. ഈ പ്രോസ്റ്റാഗ്ലാൻഡിൻസ് എന്ന് പറയുന്നത് എന്താണോ എന്ന് നമുക്കൊന്ന് പറയാം. അപ്പോൾ ഇയാളുടെ ഈ ഒരു പ്രോസ്റ്റാഗ്ലാൻഡിൻസ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന കെമിക്കൽസിൻ്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്യലാണ് ആസ്പിരിൻ്റെ പണി. എന്തിനാണ് ഇയാൾ ഈ ഒരു പ്രോസ്റ്റാഗ്ലാൻഡിനെ പ്രൊഡക്ഷൻ തടയാൻ കാരണം ഈ പ്രോസ്റ്റാഗ്ലാൻഡിൻ എന്ന് പറയുന്ന ആളുടെ പണി എന്താണെന്നറിയോ? അയാൾ സ്റ്റിമുലേറ്റ് ഇൻഫ്ലമേഷൻ ആൻഡ് പെയിൻ. നമുക്ക് നമ്മുടെ ബോഡിയിൽ
വീക്കം, ഇൻഫ്ലമേഷൻ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താണ്? ബോഡി വീങ്ങുക എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ അവിടെ വീക്കം ഉണ്ടാവുകയും അതേപോലെ തന്നെ പെയിൻ, ഈ രണ്ട് സംഭവങ്ങൾ, ഇൻഫ്ലമേഷനും പെയിനും ഉണ്ടാവാൻ അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ആളാണ് പ്രോസ്റ്റാഗ്ലാൻഡിൻസ്. അപ്പോൾ ഈ ചെങ്ങാതിൻ്റെ പ്രൊഡക്ഷൻ നിർത്തിക്കഴിഞ്ഞാൽ ഇയാൾക്ക് പിന്നെ അതുണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇൻഫ്ലമേഷൻ ഉണ്ടാവില്ല, പെയിനും ഉണ്ടാവില്ല. ആ പണിയാണ് ആസ്പിരിൻ എന്ന് പറയുന്ന നോൺ നാർക്കോട്ടിക് ആയിട്ടുള്ള അല്ലെങ്കിൽ നോൺ അഡിക്റ്റീവ് ആയിട്ടുള്ള അനാൾജസിക്സിൻ്റെ പണി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഈ ഒരു നോൺ നാർക്കോട്ടിക് അല്ലെങ്കിൽ ഈ ആസ്പിരിൻ പാരസെറ്റമോളിനൊക്കെ വേറെയും കുറച്ച് ഫങ്ഷൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ അവർ ആൻറ്റി പൈററ്റിക് ആണ്. നമുക്ക് ഫീവർ എന്നൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? റിലീവ് ചെയ്യാൻ പറ്റും. പനി കുറയ്ക്കാനൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഈ പറയുന്ന ആളുകളെ യൂസ് ചെയ്യാം, അനാൾജസിക്സ് യൂസ് ചെയ്യാൻ പറ്റും. അതിൽ തന്നെ ഇപ്പോൾ ഈ ആസ്പിരിൻ എന്ന് പറയുന്ന ആൾക്ക് എന്ത് കപ്പാസിറ്റി ഉണ്ട്? അയാൾക്ക് ആൻറ്റി ബ്ലഡ് ക്ലോട്ടിംഗ് ആക്ഷൻ അല്ലെങ്കിൽ ആൻറ്റി ബ്ലഡ് കൊയാഗുലൻ്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ബ്ലഡ് കട്ട പിടിക്കുന്നതിൽ എന്ത് ചെയ്യാൻ പറ്റും? അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താക്കാം? ഇയാളെ ഹാർട്ട് അറ്റാക്ക് പ്രിവെൻഷന് വേണ്ടി യൂസ് ചെയ്യാം. ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ വെയിൻസിലൊക്കെ ആർട്ടറീസിലൊക്കെ ബ്ലോക്ക് വരുന്നതുകൊണ്ടല്ലേ. സോ ആ ബ്ലോക്ക് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ആരെ യൂസ് ചെയ്യാം? ആസ്പിരിൻ യൂസ് ചെയ്യാം. അപ്പോൾ ഹാർട്ട് അറ്റാക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ ആരെ യൂസ് ചെയ്യാം? ആസ്പിരിൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് അനാൾജസിക്സിലെ രണ്ടാമത്തെ വിഭാഗമാണ് നാർക്കോട്ടിക് അനാൾജസിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൽ പ്രധാനമായിട്ടും ഉൾപ്പെടുന്ന ആളുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർഫിൻ, അതുപോലെ തന്നെ അതിൻ്റെ ഹോമലോഗ്സ്, ഡെറിവേറ്റീവ്സ് ഒക്കെയാണ് അതിലുണ്ടായിരിക്കുക നാർക്കോട്ടിക് ആയിട്ടുള്ള അനാൾജസിക്സിൻ്റെ കേസിൽ. ഇവിടെ നമുക്ക് നാർക്കോട്ടിക് ആയിട്ടുള്ള ആൾക്കാർക്ക് രണ്ട് തരത്തിൽ നമുക്ക് ഡോസേജ് പറയാം. ഒന്ന് മെഡിസിനൽ ഡോസാണ്, മറ്റൊന്ന് പോയ്സണസ് ഡോസാണ്. മെഡിസിനൽ ഡോസിൻ്റെ കേസിൽ നമ്മൾ അങ്ങനെ ആ നിലയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ അത് നമുക്ക് പെയിന് മാറാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ ഒരു ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് മെഡിസിനൽ ഡോസ് കൊടുക്കാം. അപ്പോൾ ഡോസേജ് കൂടിക്കഴിഞ്ഞാൽ, പോയ്സണസ് ഡോസേജ് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ഹാംഫുള്ളായിട്ട് ബാധിക്കുന്നതാണ്. അതെങ്ങനെയാണ് എഫക്റ്റീവ്? ഒന്ന് പ്രൊഡ്യൂസ് സ്റ്റ്യൂപ്പർ, നമുക്ക് മയക്കമൊക്കെ, വല്ലാത്ത മയക്കമൊക്കെ ആയിരിക്കും, ബുദ്ധിമാന്ദ്യമൊക്കെ ഉണ്ടാക്കും. അതേപോലെ കോമ, നമ്മൾ കുഴഞ്ഞു പോവാം, ബോഡി കുഴഞ്ഞു പോവാം. പിന്നെ കൺവൾഷൻസ് ഉണ്ടാവാം, അപസ്മാരം പോലെയൊക്കെ ഉണ്ടാവാം. ആൻഡ് ഈവൻ ഡെത്ത്, നമുക്ക് ഡെത്ത് പോലും സംഭവിക്കാൻ ചാൻസ് ഉണ്ട് പോയ്സണസ് ഡോസേജ് വന്നു കഴിഞ്ഞാൽ. പിന്നെ നമുക്ക് നെക്സ്റ്റ് ഒരു പോയിൻ്റ് പറയാനുള്ളത്, മോർഫിൻ നാർക്കോട്ടിക്സിനെ നമുക്ക് പൊതുവെ വിളിക്കുന്നൊരു പേര് ഓപ്പിയേറ്റ്സ് എന്നാണ്. അങ്ങനെ വിളിക്കാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഓപ്പിയം പോപ്പി എന്ന് പറയുന്ന പ്ലാന്റിൽ നിന്ന് കിട്ടുന്നതാണ് ഈ മോർഫിൻ എന്ന് പറയുന്ന ആളൊക്കെ. ഓക്കെ, അപ്പോൾ ഇവർ ആ ഒരു പ്ലാനിൽ നിന്ന് കിട്ടുന്ന ആൾക്കാരാണ് നമ്മളെന്ത് വിളിക്കുന്നു? ഓപ്പിയേറ്റ്സ് എന്ന് വിളിക്കുന്നു. ഇനി നമ്മുടെ ഈ നാർക്കോട്ടിക് ആയിട്ടുള്ള അനാൾജസിക്സിന് ഉപയോഗിക്കാനുള്ള കാരണം, അല്ലെങ്കിൽ നമ്മൾ എവിടേക്കാണ് അത് ഉപയോഗിക്കണമെന്ന് വെച്ചാൽ, ഒന്ന് നമുക്ക് പോസ്റ്റ് ഓപ്പറേറ്റീവ് പെയിൻ എന്ന് വെച്ചാൽ ഓപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേദന തുടങ്ങും. അപ്പോൾ ആ ഒരു വേദനയിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട്, അതേപോലെ ഹാർട്ട് പെയിൻസ്, കാർഡിയാക് പെയിന്, നെഞ്ചുവേദനയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അതിൽ നിന്ന് റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ ടെർമിനൽ ക്യാൻസറിൻ്റെ പെയിൻ ഉണ്ടാവും, അതൊക്കെ ഭയങ്കര പെയിൻ ആയിരിക്കും. അതേപോലെ തന്നെ ചൈൽഡ് ബർത്തിൻ്റെ, പ്രസവത്തിൻ്റെ സമയത്തൊക്കെയുള്ള വേദന. അപ്പോൾ ഇത്തരത്തിൽ വലിയ വേദനയിൽ നിന്ന് നമുക്കതിന് റിലീവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള നാർക്കോട്ടിക് ആയിട്ടുള്ള അനാൾജസിക്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിന് ഏതൊക്കെയാണ് എക്സാമ്പിൾ നമുക്ക് തന്നിരിക്കുന്നത് NCERT എന്ന് വെച്ചാൽ, ഒന്ന് മോർഫിൻ ഉണ്ട്, മറ്റൊന്ന് ഹെറോയിൻ ഉണ്ട്, ദെൻ കൊഡീൻ. അപ്പം ഈ മൂന്നെണ്ണമാണ് നമുക്ക് NCERT തന്നിരിക്കുന്ന നാർക്കോട്ടിക് അനാൾജസിക്സിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് ക്ലാസ് ഓഫ് ഡ്രഗാണ് ആൻറ്റി മൈക്രോബിയൽസ്. ആൻറ്റി മൈക്രോബിയൽസിനകത്ത് നമുക്ക് ഫോക്കസിലേക്കൊക്കെ വന്നിരിക്കുന്നത് ആൻറ്റിസെപ്റ്റിക്സും അതേപോലെ തന്നെ ഡിസിൻഫെക്റ്റൻറ്റുമാണ്. സോ നമുക്ക് ആദ്യം ആൻറ്റിസെപ്റ്റിക്സ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഈ ആൻറ്റിസെപ്റ്റിക്സ് ആയിക്കഴിഞ്ഞാലും അതേപോലെ തന്നെ ഡിസിൻഫെക്റ്റൻ്റ് ആയിക്കഴിഞ്ഞാലും രണ്ട് പേരെയും വർക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ ഫങ്ഷൻ എന്ന് പറയുന്നത്, ഒന്നുകിൽ മൈക്രോ ഓർഗാനിസങ്ങളെ കൊല്ലുക, അല്ലെങ്കിൽ അവരുടെ ഗ്രോത്തിനെ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, സോ നമുക്കാദ്യം ആൻറ്റിസെപ്റ്റിക്സിനെ കുറിച്ചൊന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഇവരെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എവിടെയാണ്?
ലിവിങ് ടിഷ്യൂസിലാണ് നമ്മളിവരെ ആൻറ്റിസെപ്റ്റിക്സിനെ അപ്ലൈ ചെയ്യാറുള്ളത്. വൂൺസ്, കട്ട്സ്, അൾസേഴ്സ്, ഡിസീസ്ഡ് ആയിട്ടുള്ള സ്കിൻ സർഫസ്, മുറിവൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആൻറ്റിസെപ്റ്റിക്സിനെ അപ്ലൈ ചെയ്യാറുണ്ട്. അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് തന്നിരിക്കുന്നത് 2 പേര് തന്നിട്ടുണ്ട്. പ്രത്യേകം എടുത്തു പറഞ്ഞ എക്സാമ്പിൾ, ഒന്ന് ഫ്യൂറാസിനാണ്, മറ്റൊന്ന് സഫ്രമൈസിനാണ്. സോ ഈ 2 പേരും ഓർത്തു വെക്കണം, ഫ്യൂറാസിൻ ആൻഡ് സഫ്രമൈസിൻ അത് എക്സാമ്പിൾസ് ഫോർ ദ ആൻറ്റിസെപ്റ്റിക്സ്. പിന്നെ ഇവരെ നമ്മൾ ആൻറ്റിബയോട്ടിക്സ് ഒക്കെ നമ്മൾ കഴിക്കുന്ന പോലെ ഇവരെ നമ്മൾ ഇൻജസ്റ്റ് ചെയ്യാൻ പാടില്ല, വെച്ചാൽ ഉള്ളിലേക്ക് എടുക്കാൻ പാടില്ല. ഇത് നമ്മൾ പുറത്ത് എക്സ്റ്റേണലായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതാണ് ഈ ആൻറ്റിസെപ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രത്യേകം ഓർത്തു വെക്കണം. ഓക്കെ, ഇനി നമ്മൾ നോർമലായിട്ട് പൊതുവെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ആൻറ്റിസെപ്റ്റിക്കാണ്, കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ആൻറ്റിസെപ്റ്റിക്കാണ് ഡെറ്റോൾ എന്ന് പറയുന്നത്. ഡെറ്റോൾ എന്നുള്ളത് അതിൻ്റെ കൊമേഴ്ഷ്യൽ നെയിമാണ്. അതിനകത്ത് ഉള്ളത് 2 പേരാണ്, മിക്സ്ചർ ഓഫ് ക്ലോറോക്സിലെനോൾ പ്ലസ് ടോപ്പിനിയോൾ. അപ്പോൾ ഈ ക്ലോറോക്സിലെനോളിൻ്റെയും അതുപോലെ തന്നെ ടോപ്പിനിയോളിൻ്റെയും മിക്സ്ചറാണ് ഡെറ്റോൾ എന്ന് പറയുന്ന, നമുക്കൊക്കെ അറിയാവുന്ന ആളാണ് ഡെറ്റോൾ. സോ അതിനകത്തുള്ള മിക്സ്ചർ ആരൊക്കെയാണ്? ക്ലോറോക്സിലെനോൾ ആൻഡ് ടോപ്പിനിയോൾ, ഇവരാണ് ഇതിലുള്ളത്. പിന്നെ നമുക്ക് മറ്റൊരു ആൻറ്റിസെപ്റ്റിക് ഉള്ളത് നമ്മൾ സോപ്പിലൊക്കെ ആഡ് ചെയ്യുന്നൊരു ആൻറ്റിസെപ്റ്റിക്കാണ്. എന്ന് വെച്ചാൽ സോപ്പിലൊക്കെ അതിനൊക്കെ ഈ മൈക്രോ ഓർഗാനിസങ്ങളെ കൊല്ലാനുള്ള ഒരു കപ്പാസിറ്റി കിട്ടാൻ, അല്ലെങ്കിൽ ആൻറ്റിസെപ്റ്റിക് പ്രോപ്പർട്ടി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു കോമ്പൗണ്ടാണ് ബിത്തിയോണോൾ, അല്ലെങ്കിൽ നമുക്ക് ബിത്തിയോണാൽ എന്നും വിളിക്കാം. ഈ ഓനെ എന്താക്കി മാറ്റുക, എ ആക്കി എടുത്താൽ നമുക്ക് ആ നിലക്കും വായിക്കാം, ബിത്തിയോണാൽ എന്നോ അല്ലെങ്കിൽ ബിത്തിയോണോൾ എന്നോ വിളിക്കാം. അപ്പോൾ ഈ ബിത്തിയോണോൾ എന്ന് പറയുന്ന കോമ്പൗണ്ട് നമ്മൾ എന്തിനാണ് ആഡ് ചെയ്യുന്നത്? സോപ്പിലൊക്കെ ആൻറ്റിസെപ്റ്റിക് പ്രോപ്പർട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നതാണ്. മറ്റൊരു ആൻറ്റിസെപ്റ്റിക് എന്ന് പറയുന്നത് ടിഞ്ചർ ഓഫ് അയോഡിൻ. നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ് ടിഞ്ചർ ഓഫ് അയോഡിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലായിടത്തും ഒരുപോലെ യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ മുറിവിലൊക്കെ പുരട്ടുന്നതാണ് എന്ത്, ടിഞ്ചർ ഓഫ് അയോഡിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി എന്താണ് ടിഞ്ചർ ഓഫ് അയോഡിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിൽ പ്രധാനപ്പെട്ട ആൾ അയോഡിനാണ്. നമുക്ക് ആ പേര് തന്നെ ടിഞ്ചർ ഓഫ് അയോഡിൻ എന്ന് പറയുന്നത് അല്ലേ. കാരണം ഈ അയോഡിൻ എന്ന് പറയുന്ന ആൾ, അയാളൊരു പവർഫുൾ ആയിട്ടുള്ള ആൻറ്റിസെപ്റ്റിക് ആണ് അയോഡിൻ എന്ന് പറയുന്ന ആൾ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു 2 to 3% സൊല്യൂഷൻ ഇൻ ആൽക്കഹോൾ വാട്ടർ മിക്സ്ചർ. ആൽക്കഹോൾ വാട്ടർ മിക്സ്ചറിൽ അയോഡിൻ്റെ 2 to 3% സൊല്യൂഷനെ എടുത്ത ഇതിനെ വിളിക്കുന്ന പേരാണ് ടിഞ്ചർ ഓഫ് അയോഡിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളതിന് മുറിവിലൊക്കെ അപ്ലൈ ചെയ്യാറുണ്ട്, എല്ലാവരും പലരും അപ്ലൈ ചെയ്തിട്ടും ഉണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു ആൻറ്റിസെപ്റ്റിക്കാണ് അയഡോഫോം. അതും നമ്മൾ എന്തിന് യൂസ് ചെയ്യുന്നതാണ്? മുറിവിലൊക്കെ പുരട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ആൻറ്റിസെപ്റ്റിക്കാണ് അയഡോഫോം എന്ന് പറയുന്നത്. പിന്നെയുള്ളത് നമ്മുടെ ഡൈല്യൂട്ട് ആയിട്ടുള്ള ബോറിക് ആസിഡിൻ്റെ അക്വസ് സൊല്യൂഷനാണ്. സോ അത് നമ്മൾ കണ്ണിലൊക്കെ വീക്കായിട്ടുള്ള ആൻറ്റിസെപ്റ്റിക്കായിട്ട് യൂസ് ചെയ്യുന്ന ആളാണ് ഈ ഡൈല്യൂട്ട് അക്വസ് സൊല്യൂഷൻ ഓഫ് ബോറിക് ആസിഡ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് രണ്ടാമത്തെ ആൻറ്റി മൈക്രോബിയലാണ്. അത് ഡിസിൻഫെക്റ്റൻ്റാണ്. എന്താണ് ഡിസിൻഫെക്റ്റൻറ്റ്? നമ്മൾ നേരത്തെ പറഞ്ഞു, ഇവരൊന്നുകിൽ മൈക്രോ ഓർഗാനിസങ്ങളെ കൊല്ലും, അല്ലെങ്കിൽ അതിൻ്റെ ഗ്രോത്ത് പ്രിവെൻറ്റ് ചെയ്യും. ഇനി ഡിസിൻഫെക്റ്റൻസ് നമ്മൾ എവിടെ അപ്ലൈ ചെയ്യുക? അത് നമ്മൾ നോൺ ലിവിങ് ഓബ്ജക്ട്സിലാണ് അപ്ലൈ ചെയ്യുക. എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ആൻറ്റിസെപ്റ്റിക്സ് അത് നമ്മൾ അപ്ലൈ ചെയ്തിരുന്ന എവിടെ ആയിരുന്നു? ലിവിങ് ടിഷ്യൂസിലായിരുന്നു. ഇതാണെങ്കിലോ നോൺ ലിവിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇനാനിമേറ്റ് ആയിട്ടുള്ള ഓബ്ജക്ട്സിലാണ് നമ്മളത് അപ്ലൈ ചെയ്യുക. അപ്പോൾ അതാണ് നമ്മൾ ഫ്ലോറിൽ, അതേപോലെ തന്നെ ഡ്രെയിനേജ് സിസ്റ്റങ്ങളിൽ, ഇൻസ്ട്രുമെൻറ്റ്സിൽ, ഇവിടെയൊക്കെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുക. ഓക്കെ, ഇനി മറ്റൊരു കാര്യം നമ്മൾ ഓർത്തു വെക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ ഡിസിൻഫെക്റ്റൻറ്റും അതേപോലെ തന്നെ ആൻറ്റിസെപ്റ്റിക്കും ഒരാൾക്ക് തന്നെ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ അതിൻ്റെ കോൺസെൻട്രേഷനിൽ നമുക്ക് മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഒരേ ആളെ തന്നെ നമുക്ക് ആൻറ്റിസെപ്റ്റിക്കായിട്ടും അതുപോലെ തന്നെ ഡിസിൻഫെക്റ്റൻ്റായിട്ടും ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് അതിൻ്റെ കോൺസെൻട്രേഷൻ ഒന്ന് മാറ്റി കൊടുത്താൽ മതി. നമുക്ക് തന്നിരിക്കുന്ന എക്സാമ്പിൾ, എൻസിആർ തന്ന എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് 0.2% ഫിനോളും മറ്റൊന്ന് 1% ഫിനോളുമാണ്. ഓക്കെ, അപ്പോൾ ഫിനോൾ സൊല്യൂഷൻ്റെ 0.2% എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആൻറ്റിസെപ്റ്റിക്കാണ്. അതേസമയം ആ ഒരു കോൺസെൻട്രേഷൻ ഞാൻ ഒന്ന് കൂട്ടി അത് 1% ആക്കി മാറ്റിയാൽ ദെൻ ആ ഫിനോൾ സൊല്യൂഷൻ എന്തായി? അത് ഡിസിൻഫെക്റ്റൻ്റായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. ഇനി മറ്റ് 2 ഡിസിൻഫെക്റ്റൻ്റ് നമുക്ക് എക്സാമ്പിൾ തന്നിരിക്കുന്നത് എൻസിആർ തന്നിരിക്കുന്നത് വെച്ചാൽ, ഒന്ന് ക്ലോറിൻ ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് 0.2 to 0.4 parts per million ഇൻ അക്വസ് സൊല്യൂഷൻ.
ഓക്കെ, അക്വ സൊല്യൂഷനിൽ ക്ലോറിൻ്റെ കോൺസെൻട്രേഷൻ എത്ര വരണം? 0.2 to 0.4 പാർട്സ് പെർ മില്യൺ. അത്ര വന്നു കഴിഞ്ഞാൽ അതെന്തായിട്ട് ആക്ട് ചെയ്യും? ഡിസിൻഫെക്റ്റൻ്റായിട്ട് ആക്ട് ചെയ്യും. പിന്നെ അതുമാത്രമല്ല, സൾഫർ ഡയോക്സൈഡ് ഇൻ വെരി ലോ കോൺസെൻട്രേഷൻ, SO2 ഇൻ വെരി ലോ കോൺസെൻട്രേഷൻ, അതും എന്തായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്? ഡിസിൻഫെക്റ്റൻ്റായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഫോക്കസ് ഏരിയ ബേസ് ചെയ്തുകൊണ്ട് കെമിസ്ട്രി ഇൻ എവരിഡേ ലൈഫ് എന്ന് പറയുന്ന കെമിസ്ട്രി ലാസ്റ്റ് ചാപ്റ്ററിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ പോർഷൻസിൽ നമുക്ക് കംപ്ലീറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. NCERT പറഞ്ഞിരിക്കുന്ന ഓരോ ഭാഗങ്ങളും എടുത്തു പറഞ്ഞിട്ടുണ്ട്. സ്ട്രക്ചേഴ്സ് നിങ്ങൾക്ക് അതാത് സ്ട്രക്ചേഴ്സ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. വ്യക്തമായിട്ടത് മനസ്സിലാക്കി വെക്കുക. ഇതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കണം. വളരെ കുറഞ്ഞ പോർഷൻസുകൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ ഓൾമോസ്റ്റ് 50% പോലും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. 50 അല്ല, ഒരു 25% ഒക്കെ നമുക്ക് ഫോക്കസ് ഏരിയയിൽ വന്നിട്ടുള്ളൂ. സോ വളരെ എളുപ്പത്തിൽ മാർക്ക് വാങ്ങാൻ പറ്റും. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.